ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഫുൽക്ക ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനൊരു ബൗളിലേക്ക് 3 കപ്പ് ആട്ടാമാവ് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സാദാ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടിപ്പോകരുത്, എന്നാൽ ഒട്ടും കുറഞ്ഞു പോകാനും പാടില്ല. നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്ക് ഈ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറഞ്ഞത് ഒരു 20 മിനിറ്റ് സമയമെങ്കിലും നമ്മളിതൊന്ന് മാറ്റി വെച്ചിരിക്കണം. ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായി മാവ് എടുത്തിട്ട് നമുക്ക് ബോൾസുകളാക്കിയിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കാം. കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് മാറ്റി വെച്ചാൽ മതിയാകും. അതുപോലെ ഞാനിതിലേക്ക് ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. ബോൾസാക്കി മാറ്റിയതിന് ശേഷം ഇത് ഒരു അടപ്പ് വെച്ച് മൂടി വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഈ മാവ് ഹാർഡായി പോവും. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മാവ് വിതറിയതിന് ശേഷം ഇത് ഓരോന്നായി പരത്തിയെടുക്കാം. ചെറിയ ബൗൾസാക്കി എടുത്തിട്ട് ചെറുതായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് വലുതായിട്ട് പരത്തിയെടുക്കരുത്. വലുതായി പരത്തി കഴിഞ്ഞാൽ ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ അതിൻ്റെ സൈഡുകളൊന്നും പൊങ്ങി കിട്ടുകയില്ല. എല്ലാം കൂടി ഒരുമിച്ച് പരത്തിയിട്ട് ചുട്ടെടുക്കാനായി വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചപ്പാത്തികൾ പരസ്പരം ഒട്ടിപ്പിടിക്കും. ഒരു 4-5 എണ്ണം പരത്തിയെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ അതങ്ങ് ചുട്ടെടുക്കാനും നോക്കണം. പരത്തിയതിന് ശേഷം ആ ചപ്പാത്തിയിൽ അധികമായിട്ടുള്ള ആ പൊടികളെല്ലാം നല്ലതുപോലെ അങ്ങ് തട്ടിക്കളയണം. ഇപ്പോൾ ഒരു 5 എണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഒരു തവയിലേക്ക് നമുക്കിത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗത്ത് ചെറുതായി കുമിളകൾ വരുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ മുകൾ ഭാഗത്തും ചെറുതായിട്ട് കുമിളകൾ വരുമ്പോൾ പെട്ടെന്ന് പാൻ മാറ്റിയതിന് ശേഷം ആ ബർണറിലോട്ട് വെച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഫുൽക്ക നല്ലതുപോലെ പൊങ്ങി വരും. ബ്രൗൺ നിറമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിമിലോട്ട് കാണിക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് പൊട്ടിപ്പോകും, പൊങ്ങി വരത്തില്ല. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ദാ നല്ല സോഫ്റ്റായിട്ട് നല്ല അറകളായിട്ട് തിരിഞ്ഞിട്ടുള്ള ചപ്പാത്തിയാണ്. പ്രായം ചെന്നവർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.